ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റേർഡ് ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് കുറുകി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ചൂടോടുകൂടി തന്നെ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് എടുക്കുമ്പോഴേക്കും ഒരുപാട് പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ കളറുള്ള മുന്തിരിയാണ്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏത്തപ്പഴമാണ്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മാതളമാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ ഇതൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.